ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ദൈവവചനം ശ്രവിക്കുവാനും ദൈവത്തോടൊപ്പമായിരിക്കുവാനും കർത്താവ് നമ്മൾക്ക് അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം തിരുവചനം. അവിടുന്ന് അരുൾ ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, പിതാവായ ദൈവം, നിന്നെ സൃഷ്ടിച്ചവനായ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നീ എൻ്റെ വചനം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും ആ ദൈവത്തിൻ്റെ മുന്നിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുന്ന് നൽകിയിരിക്കുന്ന കൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ നിനക്കൊരു കഷ്ടതയും വരികയില്ല. ലോകം കണ്ട മഹാമാരികൾ ഈജിപ്തുകാരുടെ മേൽ വന്നപ്പോൾ ആ മഹാമാരികളിൽ ഒന്നുപോലും നിനക്ക് ഭവിക്കുകയില്ല, നിനക്കുണ്ടാകുകയില്ല, നിന്റെ മേൽ വരുത്തുകയില്ല എന്ന് ദൈവം വളരെ വ്യക്തമായ വാഗ്ദാനം തരികയാണ്. നിനക്കിപ്പോൾ എന്തെങ്കിലും രോഗപീഠകളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഞാൻ അത് സൗഖ്യപ്പെടുത്തിയും തരും. നീ എൻ്റെ വചനം ശ്രവിക്കണം, അത് പാലിക്കണം. ദൈവത്തിൻ്റെ മുന്നിലും ലോകത്തിൻ്റെ മുന്നിലും ശരിയായത് മാത്രം ചെയ്യണം. നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. നമ്മുടെ നാവിലൂടെ ദൈവവചനം കടന്നു വരണം. ദൈവം മോശ വഴി നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളെ പാലിക്കണം. ദൈവത്തിൻ്റെ മുന്നിൽ വിശ്വസ്തയോടെ ആയിരിക്കുമ്പോൾ യേശുക്രിസ്തു വഴി നിനക്ക് ലഭിക്കേണ്ടതെല്ലാം ദൈവം തരും. നിനക്ക് സൗഖ്യം തരും, നിനക്ക് ജോലി തരും, നിനക്ക് സമ്പത്ത് തരും. നിനക്ക് എന്തെല്ലാമാണോ ആവശ്യം, നീ എന്തിനു വേണ്ടിയാണോ കർത്താവിൻ്റെ മുന്നിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നത്, അതിന് മറുപടി തരും. അത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നീ കർത്താവിൻ്റെ വചനം നിന്റെ കൈകളിലെടുത്ത് കർത്താവിൻ്റെ വചനം നീ ശ്രവിക്കുകയും അത് പാലിക്കുകയും കർത്താവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും ദൈവത്തിൻ്റെ മുന്നിൽ ശരിയായത് മാത്രം പ്രവർത്തിക്കുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, മറ്റുള്ളവർക്ക് ദുരിതം വരാതെ നീ ദാനധർമ്മം ചെയ്ത് മറ്റുള്ളവരോട് നിന്നോട് ചേർത്ത് പിടിക്കുമ്പോൾ, അവരും ദൈവമക്കളാണെന്നുള്ള വിശ്വാസത്തിൽ നീ അവരെ സഹായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മുന്നിൽ ശരിയായത്, ദൈവത്തിൻ്റെ മുന്നിൽ എന്താണ് ശരിയെന്ന് യേശുക്രിസ്തു അവസാന വിധിയുടെ വാചകങ്ങളിൽ പറയുന്നുണ്ട്. നിങ്ങളെനിക്ക് ഭക്ഷിക്കുവാൻ തന്നു, നിങ്ങളെനിക്ക് വസ്ത്രം തന്നു, നിങ്ങളെന്നെ പരിചരിച്ചു. ഇതെല്ലാം ദൈവത്തിൻ്റെ മുന്നിൽ ശ്രേഷ്ഠമായത്, ശരിയായത്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുമ്പോൾ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ ദൈവവചനം നിങ്ങൾക്കൊരനുഗ്രഹമാകട്ടെ. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ശ്രവിക്കുമ്പോൾ
ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ശരിയായത് പ്രവർത്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം, നിങ്ങൾക്ക് സൗഖ്യം തരുന്ന, നിങ്ങളെ അനുഗ്രഹിക്കുന്ന, യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരുന്ന ദൈവത്തിന് മഹത്വം നൽകാം. ആ ദൈവം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായത്താൽ ഈ ദൈവവചനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.